നന്മകൾ ചെയ്യാൻ കഴിയണം. ചെയ്താൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയൂ. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യും, സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കും, സ്വർഗം തരാൻ. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. സ്വർഗം താ എന്നല്ല അള്ളാഹിനോട് ചോദിക്കേണ്ടത്. അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം താ എന്നല്ല, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ്. എന്താ അതിന്റെ പ്രത്യേകത? ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹ ജന്നാത്തുൽ ഫിർദൗസ്. നബി തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിന് 100 പദവികളുണ്ട്. സ്വർഗത്തിന് 100 പദവികളുണ്ട്. ആ സ്വർഗത്തിലെ 100 പദവികളിൽ 100ാമത്തെ പദവിയാണ് ഫിർദൗസ് എന്ന സ്വർഗം, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ആ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പോകുകയാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോണം? പറ ചങ്ങാതിമാരെ, ഏത് സ്വർഗത്തിൽ പോണം? ജന്നാത്തുൽ ഫിർദൗസിൽ പോണം.